അൽബലീദ് ആർക്കിയോളജിക്കൽ പാർക്കിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ താക്കീത്. ഖരീഫ് കാലത്ത് സലാലയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് താമസ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക എന്നിവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. പ്രാദേശിക ടൂറിസ്റ്റുകൾക്കും വിദേശ വിനോദസഞ്ചാരികൾക്കും മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. സന്ദർശകരുടെ പരാതികൾ പരിഹരിക്കാൻ തജാവൂബ് പ്ലാറ്റ്ഫോം വഴി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും ഈ മൊബൈൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഖരീഫ് കാലത്ത് ദോഫാറിലെ ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, ടൂറിസ്റ്റ് വില്ലകൾ എന്നിവ അമിത നിരക്ക് ഈടാക്കാൻ പാടില്ല. സലാലയിലെത്തുന്ന സഞ്ചാരികൾക്ക് താമസ സൗകര്യങ്ങൾ വാടകയ്ക്ക് നൽകി ഉപജീവനം നടത്തുന്ന നിരവധി പേരുണ്ട്. ഖരീഫ് സീസണിൽ ദോഫാറിലെ താമസക്കാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ഹോം സ്റ്റേകൾ. കഴിഞ്ഞ വർഷം സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാണ് പുതിയ മുന്നറിയിപ്പ്. മാതൃഭൂമി ന്യൂസ്, സലാല.